മാർച്ച് 27-ന് എമ്പുരാൻ സിനിമയോട് കൂടിയാണ് കാർത്തിക വീണ്ടും റീ ഓപ്പൺ ആയത്. രാവിലെ 6 മണിക്കായിരുന്നു ആദ്യത്തെ ഷോ. ഞങ്ങളെല്ലാവരും കുടുംബസമേതം പോയിട്ടാണ് ആദ്യത്തെ ഷോ എമ്പുരാൻ കണ്ടത്. ഇന്ന് ഏപ്രിൽ 1-ാം തീയതിയാണ്. സിനിമ ഇറങ്ങിയിട്ട് 3-4 ദിവസം കഴിഞ്ഞു. ഇന്നിപ്പോൾ ഞങ്ങൾ പോണത് കാർത്തികയുടെ ഒരു വീഡിയോ ജസ്റ്റ് എടുക്കാമെന്ന് വിചാരിച്ചിട്ടാണ്. 2022 ഹൈവേ വികസനത്തിൻ്റെ ഭാഗമായിട്ടാണ് കാർത്തിക തിയേറ്റർ ക്ലോസ് ചെയ്യണത്. അന്ന് തിയേറ്ററിൻ്റെ മുമ്പിലുള്ള വിശാലമായിട്ടുള്ള പാർക്കിംഗ് ഏരിയയും ബിൽഡിങ്ങിൻ്റെ കുറച്ച് ഭാഗം പോലും തിയേറ്ററിന് നഷ്ടപ്പെട്ടിരുന്നു. അതിൻ്റെ ഭാഗമായിട്ടാണ് പ്രവർത്തനം നിർത്തിവെച്ചത്. ഒല്ലൂരുള്ള ഫൺ മൂവീസായിട്ടുള്ള ഒരു ജോയിൻറ്റ് വെഞ്ചറായിട്ടാണ് ഇപ്പോൾ കാർത്തിക ഓപ്പൺ ആയിട്ടുള്ളത്. അതുകൊണ്ട് ഇനി മുതൽ കാർത്തിക തിയേറ്റർ കാർത്തിക ഫൺ മൂവീസ് എന്നുള്ള പേരിലാണ് അറിയപ്പെടുക. പേര് മാത്രമല്ല, തിയേറ്റർ മൊത്തത്തിൽ മാറിയിട്ടുണ്ട്. OD1 മൊത്തമായിട്ട് പൊളിച്ച് അടിപൊളിയായിട്ട് പുതുക്കി പണിതു. മുൻപ് കാർത്തികയുടെ സ്ക്രീൻ 1 ബാൽക്കണിയോട് കൂടിയിട്ടുള്ള ഒരു തിയേറ്റർ ആയിരുന്നു. ഇപ്പം അത് പൊളിച്ച് സ്റ്റേഡിയം മോഡലാക്കി. പുറത്ത് ബോക്സ് ഓഫീസൊക്കെ സെറ്റ് ചെയ്തിട്ടുണ്ട്. രാവിലെ 11 മണി മുതൽ രാത്രി 10 വരെയാണ് ബോക്സ് ഓഫീസിൻ്റെ സമയം. ബോക്സ് ഓഫീസ് കഴിഞ്ഞ് കുറച്ചുകൂടി അങ്ങോട്ട് നടക്കുമ്പോൾ നമുക്ക് ഒരു വീൽ ചെയർ ആക്സസ് കാണാം. അതിൻ്റെ വലതുവശത്തായിട്ട് മനോഹരമായിട്ടുള്ള ഒരു ലോബിയും സെറ്റ് ചെയ്തിട്ടുണ്ട്. LED ലൈറ്റൊക്കെ പിടിപ്പിച്ച് നല്ല മനോഹരമായിട്ടുള്ള ലോബി. അവിടെ ഇരിക്കാനായിട്ട് കുറച്ച് സോഫാസൊക്കെ ഇട്ടിട്ടുണ്ട്. ലോബിയിൽ നല്ലൊരു ക്യാൻറ്റീനും ഇവർ സെറ്റ് ചെയ്തിട്ടുണ്ട്. ക്യാൻറ്റീനെ പറ്റി പറയുകയാണെന്നുണ്ടെങ്കിൽ ഐറ്റംസൊക്കെ കുറച്ച് കുറവാണ്, ആയി വരുന്നേ ഉള്ളൂ. ലോബിയിലേക്കുള്ള എൻട്രൻസിൻ്റെ അവിടെ ഇടത് ഭാഗത്തായിട്ടാണ് ലേഡീസ് ടോയ്ലറ്റ് വരുന്നത്. ലേഡീസ് ടോയ്ലറ്റിൻ്റെ നേരെ ഓപ്പോസിറ്റ് സൈഡിലായിട്ടാണ് ജെൻസ് ടോയ്ലറ്റും ഒരു ഹാൻഡിക്യാപ്ഡ് ടോയ്ലറ്റും വരുന്നത്. ഇനി നമ്മൾ കയറുന്നത് സ്ക്രീൻ 1 കാണാനാണ്. പാർക്കോൻ്റെ 4K RGB ലേസർ പ്രൊജക്ഷനും ഡോൾബി അറ്റ്മോസും ഹാർക്നെസിൻ്റെ ഹ്യൂഗോ SR എന്ന് പറഞ്ഞിട്ടുള്ള ഏറ്റവും വലിയൊരു സ്ക്രീനുമാണ് OD1ൻ്റെ പ്രത്യേകത. സ്റ്റെപ്സ് അങ്ങോട്ട് കയറി ചെല്ലുമ്പോൾ തന്നെ നമുക്ക് ഫീൽ ചെയ്യും ആ സ്ക്രീനിൻ്റെ ഒരു വലുപ്പം. തൃശ്ശൂർ ജില്ലയിലെ ഹ്യൂഗോ SRൻ്റെ ഏറ്റവും വലിയ സ്ക്രീനാണ് കാർത്തിക ഫൺ മൂവീസിൻ്റെ. ഈ ഒരു സ്ക്രീൻ 1ൻ്റെ കപ്പാസിറ്റി എന്ന് പറയുന്നത് 313 സീറ്റാണ്. 120, 150, 220 ഇങ്ങനെയാണ് ടിക്കറ്റ് റേറ്റുകൾ. നല്ല കുഷ്യനൊക്കെ ഉള്ള ഭംഗിയുള്ള നീല സീറ്റുകളാണ് ഇവിടെ മൊത്തത്തിൽ കൊടുത്തിട്ടുള്ളത്. 120ൻ്റെ സീറ്റിലായാലും 150ൻ്റെ സീറ്റിലായാലും ഇരിക്കാൻ നല്ല സുഖമാണ്. സീറ്റുകളൊക്കെ ഇവിടെ അറേഞ്ച് ചെയ്തിട്ടുള്ളത് കർവ്ഡായിട്ട് ഒരു റാ ഷേപ്പിലാണ്. അതുകൊണ്ട് തന്നെ എവിടെ ഇരുന്നാലും ഏത് ആംഗിളിൽ നിന്നും നല്ല വ്യൂ കിട്ടും. ആദ്യത്തെ 4 റോ 120 ആണ്. ഇതുവരെ 120, ഇവിടെ മുതൽ 150. ഇപ്പോൾ 120 അല്ലേ ചാരിക്ക്. 150 ഇരുന്നെങ്കിൽ 150 കുറച്ചുകൂടി കുഷിയുണ്ടല്ലേ. ഈ ഒരു സ്ക്രീൻ 1ൻ്റെ മിഡിലിരിക്കുമ്പോഴാണ് ഏറ്റവും കിടിലനായിട്ടുള്ള ഒരു എക്സ്പീരിയൻസ് കിട്ടുക. ഇനിയിപ്പോൾ ടിക്കറ്റ് കിട്ടിയില്ല എന്നുണ്ടെങ്കിൽ 120 ഏറ്റവും ഫ്രണ്ടിലിരുന്നാലും നല്ലൊരു വ്യൂയിങ് എക്സ്പീരിയൻസ് കിട്ടണമായിട്ടാണ് എനിക്ക് തോന്നിയത്. അത് കഴിഞ്ഞ് ഞങ്ങൾ ഏറ്റവും പുറകിലുള്ള സീറ്റിലേക്ക് പോയി. അവിടെ ഇരിക്കുമ്പോഴാണ് ഈ ഒരു ഓഡിറ്റോറിയത്തിൻ്റെ ശരിക്കുള്ളൊരു വലുപ്പം നമുക്ക് മനസ്സിലാവുക. കുറച്ചു നേരം അവിടെ ഇരുന്നിട്ട് പിന്നെ നേരെ ലക്ഷറിയിലേക്ക് ചാടി. ലക്ഷറി സീറ്റിൽ ഇതുവരെ ഇരുന്ന് നോക്കാൻ പറ്റിയിട്ടില്ല. നല്ല സുഖമുണ്ട്. നേരത്തെ പറഞ്ഞ പോലെ കർവ്ഡായിട്ടുള്ള രീതിയിൽ സീറ്റുകൾ അറേഞ്ച് ചെയ്തിട്ടുള്ളതുകൊണ്ട് ഏത് ആംഗിളിൽ ഇരുന്നാലും നിങ്ങൾക്ക് നല്ലൊരു വ്യൂയിങ് എക്സ്പീരിയൻസ് ആയിരിക്കും. ഇവിടെ വന്ന് ഇരുന്ന് നോക്കിയാൽ അത് നിങ്ങൾക്ക് മനസ്സിലാവും. അതുകൊണ്ട് തന്നെ മിഡിൽ സീറ്റ് കിട്ടിയില്ലെങ്കിലും സൈഡ് സീറ്റിലിരുന്ന് സുഖമായിട്ട് നല്ലൊരു വ്യൂയിങ് എക്സ്പീരിയൻസോട് കൂടി സിനിമ കാണാൻ പറ്റും. അത് ഗ്യാരണ്ടിയാണ്. സൗണ്ടിൻ്റെ കാര്യത്തിലായാലും വിഷ്വൽ ക്ലാരിറ്റിയുടെ കാര്യത്തിലായാലും യാതൊരു കോംപ്രമൈസും ഇല്ലാണ്ടാണ് സ്ക്രീൻ 1 ഇവിടെ കാർത്തിക ഫൺ മൂവീസിൽ ഒരുക്കിയിട്ടുള്ളത്. യാത്ര തുടങ്ങും മുമ്പ് ഒരു അഭ്യർത്ഥന. ദയവായി നിങ്ങളുടെ സീറ്റിൽ തന്നെ ഇരിക്കൂ. ഇലക്ട്രോണിക് ഉപകരണങ്ങൾ സൈലന്റ് ആക്കൂ.
പിക്ചർ ആസ്വദിക്കുമ്പോൾ ഡോൾബി അറ്റ്മോസിന്റെ ധ്വനി നിങ്ങൾക്ക് ചുറ്റിലും കറങ്ങും. ഈ ട്രെയിൻ പോലെ. അല്ലെങ്കിൽ ഈ റെയിൻ പോലെ. പക്ഷിയുടെ ചിറകടിനാദം. ജനലുകൾ ആടുന്ന ശബ്ദം. വിട പറയും മുമ്പ് ഒരു സുരക്ഷാ സൂചന. സമീപത്തുള്ള എക്സിറ്റ് സൈൻസിൽ ശ്രദ്ധിക്കൂ. അടിയന്തര ഘട്ടങ്ങളിൽ നിങ്ങളുടെ അടുത്തുള്ള വാതിൽ വഴി പുറത്തു കടക്കൂ. നന്ദി. അത്ഭുതം അനുഭവിച്ചറിയാൻ ഒരുങ്ങിക്കൊള്ളൂ. സ്ക്രീൻ 1 4K അറ്റ്മോസ് ആണെങ്കിൽ സ്ക്രീൻ 2 വരുന്നത് 2K ഡോൾബി 7.1 ആണ്. സബ്ബൊക്കെ എക്സ്ട്രാ കയറ്റി സ്ക്രീനൊക്കെ മാറ്റി അടിപൊളിയാക്കിയിട്ടുണ്ട്. മോർണിംഗ് ഷോ സ്ക്രീൻ 1 മാത്രമേ ഉള്ളൂ. അതുകൊണ്ട് പിന്നെ ഞങ്ങൾ അതിൻ്റെ അകത്ത് കയറി വീഡിയോ എടുക്കാനൊന്നും നിന്നില്ല. പിന്നെ കുറേ പേര് എൻ്റെ അടുത്ത് ചോദിച്ചൊരു കാര്യമാണ് ഇവിടുത്തെ പാർക്കിംഗ് സ്പേസിനെ കുറിച്ച്. ഇവിടെ അത്യാവശ്യം വിശാലമായിട്ടുള്ള രീതിയിൽ നല്ലൊരു പാർക്കിംഗ് സ്പേസും ഒരുക്കിയിട്ടുണ്ട്. അതുകൊണ്ട് പാർക്കിങ്ങിനെ കുറിച്ച് ആരും പേടിക്കേണ്ട കാര്യമേ ഇല്ല. പുറകിലായിട്ട് ബൈക്ക് പാർക്ക് ചെയ്യാനും നല്ല വിശാലമായിട്ടുള്ള സൗകര്യമുണ്ട്. അപ്പോൾ എല്ലാവരും നമ്മുടെ തളിക്കുളം കാർത്തികയിൽ വന്നിട്ട് സിനിമ കണ്ടിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ പറയാം. ഗൂഗിളിൽ കാർത്തിക ഫൺ മൂവീസിൻ്റെ റിവ്യൂസും നിങ്ങൾക്ക് പോസ്റ്റ് ചെയ്യാവുന്നതാണ്. കാർത്തികയിൽ നിന്ന് പുറത്തിറങ്ങിയിട്ടേ ഞങ്ങൾ നേരെ തൃപ്രയാർ വന്നു. 1-2 സാധനങ്ങളൊക്കെ വാങ്ങാണ്ടായിരുന്നേ. നല്ല ചൂടായതുകൊണ്ട് പെട്ടെന്ന് തന്നെ ക്ഷീണിച്ചു. എന്നാൽ പിന്നെ ബ്യൂട്ടി സിൽക്സിൻ്റെ പുറകിലുള്ള കഞ്ഞിക്കട കയറിയിട്ട് കുറച്ച് കഞ്ഞി കുടിച്ചിട്ട് വീട്ടിൽ പോകാമെന്ന് വിചാരിച്ചു. നമ്മുടെ ഈ തൃപ്രയാർ തളിക്കുളം ഭാഗത്തൊക്കെ ഏറ്റവും കുറഞ്ഞ റേറ്റിൽ നല്ല കഞ്ഞി കിട്ടുന്ന കട ഏതാണെന്ന് വെച്ചാൽ അത് ഈ ബ്യൂട്ടി സിൽക്സിൻ്റെ പുറകിലുള്ള കഞ്ഞിക്കടയാണ്. ഇവിടെ കഞ്ഞി മാത്രമല്ല ഊണും കിട്ടും. ഒരു 12 മണി വരെയൊക്കെയാണ് കഞ്ഞി കിട്ടുക. അത് കഴിഞ്ഞാൽ പിന്നെ ഊണിൻ്റെ നേരമായി. ഈ ഒരു കട അവരുടെ വീടിനോട് ചേർന്നിട്ടുള്ള ഒരു സംരംഭമാണ്. ചെറിയൊരു കടയാണെങ്കിലും നല്ല വൃത്തിയും നല്ല രുചിയും ഒക്കെയുള്ള ഒരു ഭക്ഷണമാണ്. അങ്ങനെ നല്ല ചൂടോടെ നമ്മുടെ കഞ്ഞി ഇവിടെ എത്തിയിരിക്കുകയാണ്. കഞ്ഞിയുടെ കൂടുള്ള സൈഡ് എത്തുന്നതിന് മുമ്പ് തന്നെ ദീപു കൂടി തുടങ്ങിയിട്ടാണ്. ഓരോ ദിവസവും ഇവിടുത്തെ സൈഡ് കറികൾ മാറി മാറി വരും. പപ്പടവും ഒരച്ചാറും എന്നും ഉണ്ടാവും. ഇന്നത്തെ മെയിൻ മുതിരുപ്പേരിയായിരുന്നു. പിന്നെ മാങ്ങാച്ചാറും പപ്പടവും. പിടിച്ചിട്ടാ സത്യം പറഞ്ഞാൽ പെട്ടെന്നാണ് കഞ്ഞി കുടിക്കാനുള്ള ഒരാഗ്രഹം തോന്നിയത്. ഈ ഒരു ചൂടത്ത് കഞ്ഞി കുടിക്കുന്നേക്കാളും വലിയൊരു സുഖം വേറെ ഒന്നിനും തരാൻ കഴിയില്ലേ. ഒരുപാട് നാളായി ഞാൻ ഈ ഒരു കഞ്ഞിക്കടയിൽ വന്നിട്ട് ഊണും കഞ്ഞിയൊക്കെ കഴിക്കണം. ഇവിടുത്തെ ഭക്ഷണത്തിൻ്റെ രുചിയായാലും ക്വാളിറ്റി ആയാലും അതെടുത്ത് പറയേണ്ട തന്നെയാണ് കേട്ടോ. എനിക്കിപ്പോഴും ഓർമ്മയുണ്ട്, ആദ്യമായിട്ട് ദീപുവിന് കഞ്ഞിക്കടയിൽ കൊണ്ടുവന്നപ്പോൾ ദീപു കഞ്ഞി കുടിക്കാൻ ഒട്ടും സമ്മതിച്ചില്ല. ഞാൻ നിർബന്ധിച്ച് കുടിപ്പിക്കായിരുന്നു. അന്ന് ഇവിടുത്തെ കഞ്ഞി ദീപുവിന് വളരെ ഇഷ്ടമായി. അതിനുശേഷം ഈ ഒരു കടയിൽ നിന്ന് എപ്പോൾ കഞ്ഞി കുടിക്കാന്ന് പറഞ്ഞാലും ദീപു ഓക്കെ പറയാറുണ്ട്. ഇനി അടുത്ത പരിപാടി മുതിരുപ്പേരിയും മാങ്ങച്ചാറും രണ്ടും മിക്സ് ചെയ്ത് കഴിക്കുക എന്നുള്ളതാണ്. അച്ചാറായാലും മുതിരുപ്പേരിയായാലും രണ്ടും ഒരു രക്ഷയില്ല ചേട്ടാ. സ്പെഷ്യൽ വല്ലതും വേണമെന്ന് ചേട്ടൻ ചോദിച്ചപ്പോഴേ ദീപു പറഞ്ഞു ഒരു മീൻ വറുത്ത വേണമെന്ന്. അങ്ങനെ ഓരോ അയില വറുത്തതങ്ങോട്ട് വാങ്ങി. ഇവിടുത്തെ മീൻ പൊരിച്ചതിൻ്റെ ഒക്കെ മസാലക്കൂട്ട് അതെന്തോ ഒരു സ്പെഷ്യലാട്ടാ. ഒരു തവണ മീൻ പൊരിച്ചത് ഇവിടെ നിന്ന് കഴിച്ചിട്ടുണ്ടെങ്കിൽ അവരെന്തായാലും പിന്നെ വരുമ്പോഴും ഓർഡർ ചെയ്തിരിക്കും. ഒരു ജാതി ടേസ്റ്റാണ്. ഞാൻ മീൻ പൊരിച്ചത് കഴിക്കുന്നതിൻ്റെ ഇടയ്ക്ക് ഒരാൾ കുറേശ്ശൻ്റെ ഉപ്പേരിയൊക്കെ മോഷ്ടിക്കുന്നുണ്ട് കേട്ടാ. ₹30 ഇവിടെ കഞ്ഞിക്ക് ചാർജ് ചെയ്യണത്. ഒരു 11 മണി സമയത്തൊക്കെ നിങ്ങൾ തൃപ്രയാർ വരുന്നുണ്ടെങ്കിൽ ഇവിടുത്തെ ഫുഡ് കഴിച്ചിട്ടില്ലെങ്കിൽ ഉറപ്പായിട്ടും ട്രൈ ചെയ്യണം. ഊണിന് ഇവിടെ ചാർജ് വരുന്നത് ₹50. ₹50 ഇന്ന് ഊണ് കിട്ടുന്ന സ്ഥലങ്ങൾ വളരെ കുറവാണ്. അതും ഇത്ര നല്ല രുചിയോടും ക്വാളിറ്റിയോടും കൂടി. ഇത് ചൂരക്കണ്ണി എന്ന് പറഞ്ഞൊരു മീനാണ്. ഇതിന് ₹20 ചാർജ് ചെയ്യണേ.
അയിലയ്ക്ക് 40 രൂപയും. അങ്ങനെ കഞ്ഞികൂടിയൊക്കെ കഴിഞ്ഞ് ബില്ലൊക്കെ പേ ചെയ്ത് ഞങ്ങളവിടെ നിന്ന് ഇറങ്ങി. അപ്പോൾ നേരത്തെ പറഞ്ഞ പോലെ നമ്മുടെ കാർത്തിക തിയേറ്ററിൽ വന്നിട്ട് സിനിമയൊക്കെ കണ്ട് നിങ്ങളുടെ എക്സ്പീരിയൻസൊക്കെ ഷെയർ ചെയ്തോളൂട്ടാ. ഇവിടെ നിന്ന് ഊണൊക്കെ കഴിച്ച് മാറ്റിക്ക് വന്നാലും മതി. കാർത്തികയുടെ ഓൺലൈൻ ബുക്കിംഗ് വരുന്നത് ബുക്ക് മൈ ഷോയിലാണ്. ലിങ്ക് ഞാൻ ഈ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. അപ്പോൾ ഈ വീഡിയോ ഇവിടെ അവസാനിക്കുകയാണ്. പുതിയൊരു വീഡിയോ ആയിട്ട് ഉടനെ കാണാം. അതുവരയ്ക്കും ബൈ.